ഹലോ. വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന കോൺക്രീറ്റ് ഇട്ട പോർഷനിൽ മുഴുവൻ പാഴിയും പായലും കൊണ്ട് മുഴുവൻ വൃത്തികേടായി. ഇപ്പൊ ഒരു തവണ അമ്മ വീണു, വേറൊരു തവണ മോൻ വീണു. അങ്ങനെ ഇനിയൊരു വീഴ്ച ഉണ്ടാകരുത് എന്നോർത്തുകൊണ്ട് നമ്മൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കക്ക മേടിച്ചുകൊണ്ടുവന്ന് കുമ്മായാക്കി നമ്മളതൊന്ന് മുഴുവൻ ഒന്ന് വിതറാൻ ഓർത്തു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാഴി പോവും ഉറപ്പായിട്ടും. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കക്കയാണ് അത് കുമ്മായാക്കാൻ വേണ്ടി ഒരു ചെറിയ കുഴിയൊക്കെ ആക്കി കൂന പോലെ കൂട്ടിയിട്ട് എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് തിരിച്ച് പറഞ്ഞ ആദ്യത്തെ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ച് കൂന പോലെ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ നീറി നീറി വരും. അപ്പോൾ നല്ല ആവി പറക്കും. അത് അവിടെ പറക്കട്ടെ. അത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്താണേലും ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇത് മുഴുവനായിട്ടും ഒരു നൈസ് പൊടിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏതായാലും പതുക്കെ പൊടിയായി വന്നു. നമ്മളേതായാലും അത് ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് ഇടാന്നാണ് ഓർത്തത്. പക്ഷെ നല്ല ചൂടായിരുന്നു. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നേരിട്ട് പോയി പിടിക്കരുത്. അപ്പം നമ്മളെന്തായാലും ഒരു അടിച്ചുവാരി എടുത്തോണ്ട് വന്ന് അതിനകത്ത് പതുക്കെ എടുത്ത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യാന്നാണ് ഓർത്തത്. അപ്പോൾ പാഴി കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇട്ട് തുടങ്ങി. നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ കൂന കൂട്ടിയത്. കാരണം പാഴി കൂടുതലുള്ള 3 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി പോർഷനിൽ വരുന്ന പാഴി മുഴുവനായിട്ട് ശരിക്കും പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോരുത്തടത്ത് ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ കോൺക്രീറ്റ് ഇട്ട പോർഷനിൽ മുഴുവൻ നല്ല വൃത്തിയായിട്ട് ഇട്ട് തീർത്തു അത്. ഇപ്പോൾ ഏതാണേലും എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നം കാണത്തില്ല. ബാക്കി വരുന്നത് സ്പ്രെഡ് ചെയ്തു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പാഴിയുണ്ടെങ്കിൽ. പിന്നെ മഴയില്ലാത്തൊരു സമയത്ത് ഒരു 2 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പാഴി മുഴുവനായിട്ടും പോവും. എന്നിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ എല്ലാം ഒലിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് നമുക്കത് കിട്ടും.